എല്ലാവരെയും വെറൈറ്റി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വെജിറ്റബിൾ മുട്ട ഫ്രൈ ചെയ്ത് നോക്കിയാലോ. അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ പരിചയപ്പെടുത്തുന്നത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ശകലം ക്യാരറ്റ്, കുറച്ച് ഓട്സും കൂടെ ആ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരികിയത് ഒരു 5 മുട്ടയോളമാണ് അതിനു വേണ്ടി എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഈ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക. നല്ലൊരു ഐറ്റമാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സാധാരണ മുട്ട പൊരിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഇതെല്ലാം നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കാവുള്ളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇതുപോലെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഐറ്റംസിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ശകലം ക്യാരറ്റ് എല്ലാം കൂടെ കുറച്ച് സവാള അരിഞ്ഞ് എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം അത് അടിച്ചെടുക്കുക. കുറച്ച് തേങ്ങയും കൂടെ ഇടുകയാണ്. ഒരു പകുതി മുറിയോളം തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് അതോടെ കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം അത് അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുക്കുക. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ആ കൂടെ ഒഴിച്ചേക്കണം. അത് വെളിച്ചെണ്ണ മുട്ടയ്ക്കകത്ത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ദോശക്കല്ലിൽ നിന്ന് നമ്മൾ മുട്ട പൊരിക്കുമ്പോഴത്തേന് അത് എണ്ണ പുരട്ടുന്നുണ്ട്. എന്നാലും അതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ നമുക്ക് എളുപ്പം സാധിക്കും. ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ആ കൂടെ ഇടുക. എന്നിട്ട് പാൻ വെച്ചിട്ട് പാൻ ചൂടാക്കി കഴിഞ്ഞ് ശകലം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിക്കുക. ഒരു ലെയർ ഇതുപോലെ ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ ഒഴിച്ച് റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഒരു ലെയർ മൊത്തം ഒന്ന് അടുക്കുക. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് അടുക്കുക. അടുക്കിയിട്ട് ഒരു പിടി ഓട്സാണ്, കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സാണ്, വെള്ളത്തിലിട്ട് അത് ശകലം നേരം കുതിർത്ത് വെക്കണം. അതുകൂടെ ആ കൂടെ ചേർക്കുകയാണ്. ഒരു ശകലം ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതോടെ ആ കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേന് ഇതിനകത്തിരിക്കുന്നതെല്ലാം വേവാനുള്ള സമയം കൊടുക്കണം. അതിനു വേണ്ടിയാണ് ലോ ഫ്ലെയിമിലേ ഇത് ചെയ്യാവുള്ളൂ. സവാളയും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിന് മേലിലേക്ക് ഒരു ലെയറും കൂടെ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ഒഴിക്കുക. എന്നിട്ട് നല്ലവണ്ണം തിരിച്ച് മറിച്ച് വിട്ട് അത് ഫ്രൈ ആക്കി എടുക്കുക. നല്ലൊരു ഐറ്റമാണ്. അകം വശം നല്ലവണ്ണം വേകണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേ ഇട്ട് ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അകം വേഗത്തുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ഐറ്റമാണ്. ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.